ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 സ്കൂൾ ട്രാൻസ്ഫർ 2024 +2വിൻ്റെ സ്കൂൾ ട്രാൻസ്ഫറെക്കുറിച്ച് പല വിദ്യാർത്ഥികളുമാണ് നമ്മളോട് അപ്ഡേറ്റ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. +2 സ്കൂൾ ട്രാൻസ്ഫർ 2024 +2വിൻ്റെ സ്കൂൾ ട്രാൻസ്ഫറെക്കുറിച്ച് പല വിദ്യാർത്ഥികളും അപ്ഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ DHSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സ്കൂൾ ട്രാൻസ്ഫറെക്കുറിച്ചുള്ള അറിയിപ്പുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ജൂൺ 15 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതായത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പഠിച്ച കോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസാണ്, കോമ്പിനേഷൻ ജിയോളജി സബ്ജക്റ്റാണ്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് കോമ്പിനേഷനാണോ പഠിക്കുന്നത് അതാത് കോമ്പിനേഷൻ വെച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ എനിക്ക് എൻ്റെ കോഴ്സിൻ്റെ കാര്യം അറിയത്തുള്ളൂ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു കോണായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഏത് കോഴ്സ്, സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഏത് കോഴ്സ് ഏത് കോമ്പിനേഷനാണോ പഠിച്ചത് ആ കോമ്പിനേഷനുള്ള മറ്റൊരു കോളേജിലേക്ക് മാറാൻ പറ്റൂ. അപ്പം ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ കാര്യം ഞാനതിന് ഉദാഹരണമായിട്ട് എടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ പഠിച്ചത് +2 ജിയോളജി കോമ്പിനേഷനുള്ള ഹ്യൂമാനിറ്റീസാണ് ഞാൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസാണ്. എൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ജിയോളജി ആയിരുന്നു. അപ്പം ഞാനിപ്പം +2 കഴിഞ്ഞിറങ്ങി. അപ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഹ്യൂമാനിറ്റീസിൽ ജിയോളജി കോമ്പിനേഷൻ എടുത്ത ഒരു +1 വിദ്യാർത്ഥി +1 പരീക്ഷയും കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞപ്പോൾ +2ലേക്ക് തിങ്കളാഴ്ച മുതൽ ക്ലാസ്സിന് പോകാനിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് ഓർത്തിരിക്കുക. ആ വിദ്യാർത്ഥി പഠിക്കുന്നത് +2 ഹ്യൂമാനിറ്റീസ് ജിയോളജി കോമ്പിനേഷൻ. അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് ആ സ്കൂൾ ഇഷ്ടമല്ല. ആ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യണം, മറ്റൊരു സ്കൂളിലേക്ക് പോകണം. അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വിദ്യാർത്ഥി അന്വേഷിക്കുക. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഹ്യൂമാനിറ്റീസ് കോഴ്സ് ജിയോളജി കോമ്പിനേഷൻ ഉള്ള മറ്റേതെങ്കിലും സ്കൂൾ തപ്പുക. അതായത് കോമ്പിനേഷൻ മാറാൻ പാടില്ല. ജിയോളജി എന്നുള്ളത് കോമ്പിനേഷൻ സോഷ്യോളജി ജോഗ്രാഫി അങ്ങനെ ആകാൻ പാടില്ല. ജിയോളജി തന്നെ കിട്ടണം. അതായത് ജിയോളജി കോമ്പിനേഷനുള്ള ഹ്യൂമാനിറ്റീസ് കോഴ്സ് മറ്റേതെങ്കിലും സ്കൂളിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടായാൽ മാത്രം പോരാ, ആ സ്കൂളിൽ എന്തും കൂടി വേണം, വേക്കൻസിയും കൂടി വേണം. ആ സ്കൂളിൽ വേക്കൻസിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ +1ൽ പഠിച്ച സ്കൂള് ഹ്യൂമാനിറ്റീസാണ്. ആ സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ജിയോളജി കോമ്പിനേഷനാണ് നിങ്ങൾ പഠിച്ചത്. അതേപോലെ തന്നെ മറ്റൊരു സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ജിയോളജി കോമ്പിനേഷനിലേക്ക് മാത്രമേ നിങ്ങൾക്ക് മാറാൻ പറ്റൂ. നിങ്ങൾ ഏത് കോഴ്സാണോ പഠിക്കുന്നത് അതാത് കോമ്പിനേഷനിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫറിനായി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അല്ലാതെ കോഴ്സ് മാറ്റത്തിന്, അതായത് ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് കൊമേഴ്സിലേക്ക് മാറാൻ പറ്റില്ല, നിങ്ങളുടെ കോമ്പിനേഷൻ മാറാൻ പാടില്ല. ഇപ്പം ഹ്യൂമാനിറ്റീസിൽ ജിയോളജി കോമ്പിനേഷൻ എടുത്തൊരു വിദ്യാർത്ഥിക്ക് ജിയോളജി കോമ്പിനേഷനുള്ള ഹ്യൂമാനിറ്റീസിലേക്ക് മാറാൻ പറ്റും. അത് ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിലേക്ക് മാറാം, ബട്ട് എന്ത് ചെയ്തിരിക്കണം, ജിയോളജി കോമ്പിനേഷൻ ആയിരിക്കണം. അവിടെ വേക്കൻസി ഉണ്ടായിരിക്കണം. അത് മാത്രമേ സാധിക്കൂ. അപ്പോൾ ജൂൺ 15 വരെയാണ് അപേക്ഷ. അപ്ഡേറ്റ്സുകൾ ഇനി വരികയാണെങ്കിൽ അറിയിക്കാം. കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. പുതിയ വീഡിയോയിൽ കാണാം. ഇസ്മീ സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടക്, ദ ബെസ്റ്റ് കരിയർ ഗൈഡൻറ്റ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.